എല്ലാവർക്കും എന്റെ ഗുഡ് മോർണിംഗ്. ഞാൻ കണ്ണൂർ ജില്ലക്കാരി, കൂത്തുപറമ്പ് കണ്ണവം സ്വദേശി സുബൈദ. ഞാന് കുറച്ച് ഇപ്പൊ ഒന്നര മാസമായി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അൽഹംദുലില്ലാ, എനിക്കൊരു 6 മാസം ഉപയോഗിച്ച പോലെ എനിക്ക് ഇത്രയും പെട്ടെന്ന് എനിക്ക് ഉണ്ടായി. നല്ല പ്രയാസത്തിലായിരുന്നു. കാണാനൊന്നുമില്ല, പറഞ്ഞാല് നേരാക്കൂല, അങ്ങനത്തെ ഒരു അവസ്ഥ. ഇപ്പൊ കുറച്ച് ഞാൻ പറയട്ടെ, മറ്റുള്ള വേദനകളും മറ്റുള്ളതും ഡിസ്കിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഉണ്ട്. ഇപ്പൊ ഞാൻ 6 മണിക്ക് ഈ സൂം മീറ്റിന്റെ ടൈം തുടങ്ങുമ്പോ ഞാൻ 6 മണിക്ക് എത്തത് കൂടി. പിന്നെ ഇവിടെ പാല് വരുന്ന സമയത്ത് പാലിന് ഞാൻ ഓടിപ്പോയി പാല് മേടിച്ച് ഞാൻ വന്നു. ഞാന് അങ്ങനെ എന്റെ മുറ്റത്ത് കൊണ്ടുവന്നാൽ എനിക്ക് കൈനീട്ടി പാല് വാങ്ങാൻ എനിക്ക് കഴിയാതെ ഞാന് ഭയങ്കര ഹാപ്പി സന്തോഷത്തോടെ ഞാൻ പാലിൽ നിർത്തിയതാ. എത്രയോ കാലമായിട്ട് പാലിൽ നിർത്തിയതാ. ഇവിടെ വീടിന്റെ അകത്ത് എത്തിയാൽ മാത്രമേ പാല് കാണൂ. അങ്ങനെ പിന്നെ ഇന്നലെ ഞാൻ കണ്ണൂര് ഡോക്ടറെ അടുത്ത് കണ്ണ് കാണിക്കാൻ പോയി. കണ്ണിന് എനിക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു. 32 വർഷമായി ഞാൻ കണ്ണട വെക്കുന്നത്. കോയമ്പത്തൂര് അരവിന്ദിലായിരുന്നു എന്നെ ഫസ്റ്റിനെ കാണിച്ചത്. ഇപ്പൊ കണ്ണട ഒഴിവാക്കാനൊന്നും പറഞ്ഞില്ലെങ്കിലും ഡോക്ടർ പറഞ്ഞ് ഈ കണ്ണിന്റെ ഉള്ളിൽ നിറച്ചു എനിക്ക് ഇങ്ങനെ ഒരു മിന്നിപ്പാറുന്ന മാതിരിയായിരുന്നു. കണ്ണിന്റെ ഞരമ്പിന്റെ ശക്തി കുറവുണ്ട്. കാഴ്ച എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ണട എടുത്തു വെച്ചാൽ ചെവി വരെ കേൾക്കൂല, അത്രയും കാഴ്ച കുറവുണ്ട്. ഇപ്പൊ കണ്ണെനിക്ക് കുറച്ച് തെളിഞ്ഞ് ഈ വെള്ളം കൊണ്ട് നന്നായിട്ട് കണ്ണും മുഖവും കഴുകുകയും ചെയ്യും, കുടിക്കുകയും ചെയ്യും. കണ്ണട ഇല്ലാണ്ടൊന്നും ആവില്ല, കണ്ണട എന്തായാലും വേണം. എന്നാലും കണ്ണിന് എന്തോ ഒരു മാറ്റം. ആ കണ്ണിന്റെ ഉള്ളിലുള്ള ഈ മിന്നിത്തിളങ്ങലുണ്ടല്ലോ നേരമ്പോ, അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ചായ വെച്ചാലും പാല് വെച്ചാലും ഭക്ഷണം വെച്ചാലും എല്ലാത്തിനെല്ലാം ഞാനിങ്ങനെ തോണ്ടലായിരുന്നു എല്ലാത്തിനും. അപ്പൊ ഇതെല്ലാം കച്ചറിയായിരിക്കും. സംഭവം എന്താന്ന് മനസ്സിലാകുന്നത് വേറെ ആയിരിക്കും കാണിച്ചപ്പോ അതിലൊന്നുമില്ല. എനിക്കെന്നാ പ്രശ്നം നോക്കുമ്പോ അപ്പൊ കണ്ണാടിയെല്ലാം ഞാൻ കഴുകി തുടച്ച കണ്ണാടിയിലെല്ലാം നിറച്ചും കുത്തായിരിക്കും. പിന്നെ എന്റെ കണ്ണിനാണ് ഇത് കുഴപ്പമെന്ന് എനിക്ക് പിന്നെ എനിക്ക് പിടികിട്ടി. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞ് തിമിരമൊന്നും വന്നില്ല, അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല, തിമിരമൊന്നുമല്ല, ഇത് കണ്ണിന്റെ മറ്റുള്ള നാഡി ഞരമ്പിലൂടെ ഉള്ള രക്തപ്രവർത്തനത്തിന്റെ കുറവ് കൊണ്ട് കണ്ണിന്റെ ഉള്ളിൽ ശക്തി കുറഞ്ഞിട്ട് നരമ്പിന് പ്രവർത്തനം കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പൊ റബ്ബ് എത്തിച്ചിട്ട് എനിക്ക് പറഞ്ഞ് ഇതാകാൻ പറ്റുന്നില്ല. ഞാൻ അള്ളാനെ സ്തുതിച്ചിട്ട് എനിക്ക് ബോധ്യം മാറുന്നില്ല എന്ന് പറയാം. അള്ളാനെ എപ്പോഴും സ്തുതിക്കണം നമ്മൾ. എന്നാലും എനിക്ക് വല്ലാതൊരു ഇതില്ല. ഇന്നലെ കണ്ണ് കാണിച്ച് ഡോക്ടർ പറഞ്ഞ് എന്താ സംഭവിച്ചെന്നറിയില്ല, കണ്ണിന്റെ ഉള്ളിൽ ഇതുവരെ കണ്ടിരിക്കുന്ന കാഴ്ച അതില്ല, കണ്ണിന് കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഇങ്ങക്ക് ഒരു ഷോന് കണ്ണട നിങ്ങൾ ഗ്ലാസും പ്രൈമ ലൈറ്റ് നിങ്ങൾ മാറ്റിക്കോ. ഇപ്പൊ കണ്ണട തൽക്കാലം നിങ്ങൾ മാറ്റേണ്ട, കണ്ണിൽ മരുന്നൊന്നും വേണ്ട. ഇന്നലെ ഞാൻ കണ്ണൂർ പോയ ആ ബസ്സിന്റെ പൈസ ഡോക്ടർ കൊടുത്ത ഫീസ് മാത്രം. എനിക്ക് ഒരുപാട് കൊല്ലത്തിന് ശേഷം ഇന്നലെ കണ്ണടക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു പുതിയ കണ്ണടക്ക് വേണ്ടിയിട്ട് ഞാൻ പോയ വകയിൽ ഞാനൊരു കണ്ണടക്ക് വേണ്ടിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞിട്ട് കണ്ണട കിട്ടുള്ളൂ. ഞാന് അത്രയൊന്നും എനിക്ക് ഇന്നലത്തെ ആ സന്തോഷം പറയാൻ വേണ്ടിയിട്ട്. മറ്റുള്ള കാര്യത്തിലെല്ലാം എനിക്ക് സമാധാനം വരുന്നുണ്ട്, നല്ല ഒരു സമാധാനം. പിന്നെ എന്റെ കൈ വിരല് ഞാൻ ക്ലാസ്സിൽ നിന്ന് പറയാൻ വിട്ടുപോയി. ഈ 3 വിരല് എനിക്ക് പ്രവർത്തനം നിന്ന് തരിപ്പിലായിരുന്നു. ഇടത്തെ കൈന്റെ 3 വിരൽ, വലത്തെ കൈന്റെ ഈ നടുവിരലും. അതൊന്നും ഞാൻ അങ്ങനെ പറഞ്ഞ് പരത്തലില്ല എല്ലാരോടും. ഇവിടുന്ന് എല്ലാരും കൂടി അറിയും. എങ്കിലും കൂടി ഇപ്പൊ എനിക്കിതാ മടക്ക് നിർബന്ധം ചെയ്യലില്ല. ഇപ്പൊ മടക്ക് നിർബന്ധം ചെയ്യുന്നുണ്ട്. പൊട്ട് പൊട്ടൂല, ഒന്നും ആവലില്ല. അങ്ങനത്തെ ഇതെല്ലാം എനിക്ക് ശരിയായിട്ട് വലിയ സമാധാനത്തിലായി. ഈ ബയോട്ടോറിയത്തിന്റെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയതായ ഒരു സമാധാനം എന്റെ എല്ലാരോടും ഞാൻ പറയാം. ഇതിലേക്ക് ഒരു വൈമനസ്സും കാണിക്കണ്ട, ഒരാളും പിന്നോട്ടടിക്കണ്ട, എല്ലാരും മുന്നോട്ട്. അൽഹംദുലില്ലാ, എനിക്ക് ഇത്രയാണെന്ന് പറയാനുള്ളത്.